ഒന്നിച്ചു ജീവിക്കാനുള്ള തീരുമാനത്തിൽ നിന്നും പിന്മാറിയതാണ് കഠിനംകുളം സ്വദേശി ആതിരയുടെ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് പോലീസ്. ആതിരയെ വിവാഹം ചെയ്തു തരണമെന്ന് കുടുംബത്തോട് ആവശ്യപ്പെട്ടിരുന്നെന്നും പ്രതി ജോൺസൺ പോലീസിന് മൊഴി നൽകി. കൊലയ്ക്കുപയോഗിച്ച കത്തി വാങ്ങിയ കടയിൽ ഉൾപ്പെടെ പ്രതിയെ എത്തിച്ച് തെളിവെടുത്തു. ഇൻസ്റ്റഗ്രാമിലൂടെ പ്രണയം, ഒരുമിച്ച് ജീവിക്കാനുള്ള തീരുമാനം. എന്നാൽ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ബന്ധത്തിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനം ആതിരയെ എത്തിച്ചത് കാമുകൻ ജോൺസന്റെ കൊലക്കത്തിയിൽ. തനിക്കൊപ്പം ജീവിക്കാൻ ആതിര തയ്യാറാകാത്തതാണ് കൊലപാതകത്തിന് കാരണമെന്ന് പ്രതി ജോൺസന്റെ മൊഴി. ആതിരയെ വിവാഹം ചെയ്തു തരണമെന്ന് കുടുംബത്തോട് ആവശ്യപ്പെട്ടിരുന്നതായും പ്രതി പോലീസിനോട് പറഞ്ഞു. കുടുംബാംഗങ്ങൾക്ക് ഇതിനകത്ത് അറിവ് കിട്ടി ആ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ഇടപെട്ടിട്ടാണ് ഇതിനകത്തേക്ക് പോകരുതെന്നുള്ള ആതിരയെ നിർബന്ധിക്കുകയും അതുകൊണ്ടുകൂടിയാണ് ആതിര അങ്ങനൊരു ഭർത്താവിനെയും കൊച്ചിനെയൊക്കെ ഉപേക്ഷിച്ച് പോകാൻ തയ്യാറാവായിരുന്നു. കുടുംബാംഗങ്ങൾക്കും അറിവ് കിട്ടി, ഇയാൾ കുടുംബാംഗങ്ങളുമായിട്ടും ഒക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആതിരയും ജോൺസണും തമ്മിൽ സാമ്പത്തിക ഇടപാടുകളും ഉണ്ടായിരുന്നു. ഒരുമിച്ച് ജീവിക്കാൻ വാടക വീടിന് അഡ്വാൻസ് നൽകി കാത്തിരിക്കുന്നതിനിടെയാണ് ആതിര തീരുമാനം മാറ്റിയത്. ജോൺസൺ ഈ അടുത്ത സമയത്ത് ആതിരയെ കൂടെ താമസിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ സംവിധാനങ്ങളും ചെയ്തു. അയാൾ ഒരു വീട് വാടകയ്ക്ക് വരെ എടുത്ത് അതിൻ്റെ വാടക അഡ്വാൻസും എല്ലാം കൊടുത്തു. വീട് റെഡിയാക്കിയതിന് ശേഷവും ആതിരയോട് ചെല്ലാനായിട്ട് ആവശ്യപ്പെട്ടു. ആതിര ചെല്ലാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് അഡ്വാൻസ് കൊടുത്ത പൈസ തിരിച്ചു വാങ്ങിയതിന് ശേഷമാണ് ആതിരയെ എങ്കിൽ എൻ്റെ കൂടെ താമസിക്കാൻ തയ്യാറല്ലെങ്കിൽ പിന്നെ ജീവിക്കേണ്ട എന്നുള്ളൊരു തീരുമാനം എടുത്തുകൊണ്ട് അയാൾ നേരെ ഈ പെരുമാതുറയിലേക്ക് വരുന്നത്. പുലർച്ചെയോടെ തിരുവനന്തപുരത്തെത്തിച്ച പ്രതിയെ ആറ്റിങ്ങൽ ഡിവൈഎസ്പി എസ് മഞ്ജുലാലിന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു. തുടർന്ന് കത്തി വാങ്ങിയ ചിറയൻകീഴിലെ കടയിലും ആതിരയുടെ സ്കൂട്ടർ ഉപേക്ഷിച്ച റെയിൽവേ സ്റ്റേഷനിലും എത്തിച്ച് തെളിവെടുത്തു. കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.